ഹായ്, ഏവർക്കും നമസ്കാരം. ഓൾ ഇൻ വൺ ടച്ചിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളാണ് കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടർ നമുക്കറിയാം അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 3 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും നമുക്ക് ഡെയിലി കാണാറുണ്ട് അല്ലേ. അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 3ആണ്. നമ്മൾ പ്ലസ് ടുവിൻ്റെയും അതുപോലെ തന്നെ ഡിഗ്രി ലെവലിൻ്റെയും ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ എന്താണ് കമ്പ്യൂട്ടറിൻ്റെ സെക്ഷന് മാർക്ക് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒഴിച്ച് മാറ്റി നിർത്താൻ പറ്റില്ല അല്ലേ. 3 മാർക്കെങ്കിൽ 3 മാർക്ക്. ചിലപ്പോൾ നമ്മുടെ നാളത്തെ റാങ്ക് നിർണ്ണയിക്കുന്നത് എന്തായിരിക്കും, ആ 3 മാർക്കായിരിക്കും. നമുക്ക് 1 മാർക്കും അല്ലെങ്കിൽ ഒരു അറിവും എന്താണ് നമുക്ക് ചെറുതല്ല അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. സന്തോഷത്തിൻ്റെ ഒരു വാതിൽ അടയുമ്പോൾ എപ്പോഴും മറ്റൊരു വാതിൽ നമുക്കായി തുറക്കപ്പെടുന്നുണ്ട്. അടഞ്ഞ വാതിൽ തന്നെ നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കായി തുറക്കപ്പെട്ട വാതിൽ നമ്മൾ കാണാതെ പോകുന്നത് എന്നുള്ള മനോഹരമായ വാക്കുകളോടുകൂടി നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ. അപ്പോൾ ഇവിടെ മെമ്മറിയുടെ കാര്യം മുതലാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് എന്തിനാണ് ഈ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ. കാൽക്കുലേഷൻസ് ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ കമ്പ്യൂട്ടർ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ആദ്യം നമുക്ക് അങ്ങനെ പരിചയപ്പെടാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് അബാക്കസ് അല്ലേ. അബാക്കസ് എങ്ങനെയാണ്, നമ്മൾ കുട്ടികളുടെ സ്ലേറ്റിലൊക്കെ കാണും, കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ചൈനക്കാരാണ് അബാക്കസ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതിനുശേഷം എന്ത് ചെയ്തു, ഓരോന്നും അതായത് ചെറിയ 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 നമ്മുടെ എഫേർട്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ 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 ഡിവൈസസ് വരാൻ തുടങ്ങി. അതിന് ശേഷമാണ് അനലറ്റിക് എൻജിൻ അല്ലേ. അനലറ്റിക് എൻജിൻ എന്നാണ് ആദ്യത്തെ കമ്പ്യൂട്ടറിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ അനലറ്റിക് എൻജിൻ്റെ പിതാവ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നൊക്കെ ചോദിച്ചു വെച്ചാൽ നമ്മൾ എഴുതേണ്ട പേരെന്താണ്, ചാൾസ് ബാബേജ് എന്നാണ് അല്ലേ. അപ്പോൾ ചോദിക്കുകയാണ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് അല്ലെങ്കിൽ അനലറ്റിക് എൻജിൻ്റെ പിതാവ് എന്ന് ചോദിച്ചു വെച്ചാൽ നമ്മൾ എഴുതണം ചാൾസ് ബാബേജ്. ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ്. അല്ലെങ്കിൽ അനലറ്റിക് എൻജിൻ കണ്ടുപിടിച്ചത് ആര് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചാൾസ് ബാബേജിൻ്റെ പേരാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി കമ്പ്യൂട്ടേഴ്സ് എന്ന പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് എന്ത് കമ്പ്യൂട്ടർ എന്നുള്ള വാക്ക് വന്നത്. എന്താണ്, ഏത് ലാറ്റിൻ പദത്തിൽ നിന്നാണ് കമ്പ്യൂട്ടേഴ്സ്? കമ്പ്യൂട്ടേഴ്സ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്നുള്ള വാക്ക് വന്നത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് എന്ന വാക്കിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന വാക്ക് ഉണ്ടായത് എന്ന് നമുക്ക് പറയാം. ഒരു 5 ജനറേഷനായിട്ടാണ് കമ്പ്യൂട്ടറിനെ തിരിച്ചിരിക്കുന്നത് അല്ലേ. 5 ജനറേഷനാണ്. അപ്പോൾ ജസ്റ്റ് അതും കൂടെ ഓരോ ജനറേഷനിലും എന്ത് ഉപയോഗിച്ചു എന്നും കൂടെ ഒന്ന് പഠിച്ചിട്ട് നമുക്ക് മെമ്മറിയിലേക്ക് പോവാം. അപ്പോൾ ഓരോ ജനറേഷനും ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നതിൻ്റെ കാലഘട്ടം 1949 മുതൽ 1955 വരെയായിരുന്നു. നമ്മൾ ഉപയോഗിച്ചത് വാക്വം ട്യൂബ്സ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ വാക്വം ട്യൂബ്സ് ആണ് ഫസ്റ്റ് ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ 1ാം ജനറേഷൻ കാലഘട്ടം 49 മുതൽ 55 വരെ വാക്വം ട്യൂബ്സ് ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി സെക്കൻഡ് ജനറേഷൻ 1956 മുതൽ 1965 വരെയാണ് സെക്കൻഡ് ജനറേഷൻ്റെ കാലഘട്ടം. അന്ന് നമ്മൾ ഉപയോഗിച്ചു ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്, ഇലക്ട്രോണിക്സിൻ്റെ അത്ഭുത ശിശു എന്നാണ് ട്രാൻസിസ്റ്റർ അറിയപ്പെടുന്നത്. കാരണം നമ്മുടെ അനലറ്റിക് എൻജിൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു റൂമോളം വലിപ്പം നമ്മുടെ ആദ്യത്തെ കമ്പ്യൂട്ടർ അല്ലേ, ചാൾസ് ബാബേജ് കണ്ടുപിടിച്ച ആദ്യത്തെ കമ്പ്യൂട്ടറിന് ഒരു റൂമോളം വലിപ്പമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് ആ വലിപ്പമൊക്കെ എന്ത് ചെയ്തത്, കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചത്. കാരണം അതിൽ ഉപയോഗിക്കുന്ന 100 എക്യുപ്മെൻറ്റ്സ് ഉണ്ടല്ലോ,
അതിന് പകരമായിട്ടാണ് അദ്ദേഹം ഒരു ട്രാൻസിസ്റ്റർ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ആയിരക്കണക്കിന് ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ് എന്ത് സെക്കൻഡ് ജനറേഷൻ നമ്മൾ ചെയ്തത്. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ്റെ കാലഘട്ടം 56 മുതൽ 65 വരെയാണ് ട്രാൻസിസ്റ്ററുകളാണ് അവിടെ ഉപയോഗിച്ചത്. ഇനി മൂന്നാമത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ 1966 മുതൽ 1975 വരെയായിരുന്നു മൂന്നാമത്തെ ജനറേഷൻ. അവിടെയാണ് നമ്മൾ IC ചിപ്പുകൾ ഉപയോഗിച്ചത്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, അതായത് IC ചിപ്പുകൾ ഉപയോഗിച്ചത്. 1000 ട്രാൻസിസ്റ്ററിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്ത ഫോമാണ് എന്ത് IC ചിപ്പ്, ഒരു IC ചിപ്പ്. ഓക്കെ, അപ്പോൾ 1000 ട്രാൻസിസ്റ്റേഴ്സ്. അപ്പോൾ പിന്നെയും എന്താണ് ചെയ്യുന്നത്, പിന്നെയും കുറച്ചുകൂടെ പോർട്ടബിൾ ആവുകയാണ് ചെയ്തത് അല്ലേ. സൈസ് എന്താണ് ഓരോ ജനറേഷനിലും കുറഞ്ഞ് വരികയാണ് ചെയ്തത്. അപ്പോൾ 1966 മുതൽ 75 വരെ തേർഡ് ജനറേഷൻ IC ചിപ്പുകളാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇനി ഫോർത്ത് ജനറേഷനിലാണെങ്കിൽ കാലഘട്ടം 1975 മുതൽ 1986 വരെയായിരുന്നു. 86 വരെ ഫോർത്ത് ജനറേഷൻ. അവിടെ നമ്മൾ യൂസ് ചെയ്തതാണ് VLSI, വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. എന്താണ് നമ്മൾ യൂസ് ചെയ്തത്, VLSI ടെക്നോളജിയാണ്, VLSI ടെക്നോളജിയാണ് യൂസ് ചെയ്തത്. വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ, വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. അതാണ് മൈക്രോ പ്രോസസ്സറുകൾ. 1000 IC ചിപ്പുകൾ ഉൾക്കൊള്ളുന്ന ചെറിയൊരു ഇൻ്റഗ്രേറ്റഡ് ഫോമാണ് എന്ത് മൈക്രോ പ്രോസസ്സറുകൾ. മൈക്രോ പ്രോസസ്സറുകൾ, ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ ഇൻറ്റൽ 4004 ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റലിൻ്റെയാണ്, 4004 ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. VLSI യൂസ് ചെയ്ത കാലഘട്ടം ഏതാണ്, ഫോർത്ത് ജനറേഷനിലാണ് VLSI. ഇനി ഫിഫ്ത്ത് ജനറേഷൻ കാലഘട്ടമാണ് 1986 മുതൽ ഇന്ന് വരെയും എന്താണ് ഫിഫ്ത്ത് ജനറേഷനാണ്. ഫിഫ്ത്ത് ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്യണതാണ് ULSI, അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനാണ് നമ്മൾ 1986 മുതൽ ടിൽ നൗ വരെ എന്താണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ എത്തി നിൽക്കുന്നു അല്ലേ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി അല്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് എത്തിയിട്ട് നമ്മുടെ ടെക്നോളജി എന്ത് ചെയ്യുന്നു, നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ കുറച്ച് കൊണ്ടുവന്നത്, ഒരു റൂമോളം വലിപ്പമുള്ള കമ്പ്യൂട്ടറിന് ഇപ്പം എത്രയേ വലിപ്പമുള്ളൂ, നമുക്ക് പോർട്ടബിളായിട്ട് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാവുന്ന വലിപ്പത്തിലേക്ക് എത്തി അല്ലേ. കാരണം എന്താണ്, ആദ്യത്തെ ജനറേഷനിൽ വാക്വം ട്യൂബ്സ് ആയിരുന്നു, രണ്ടാമത്തേൽ ട്രാൻസിസ്റ്ററുകളായി, മൂന്നാമത്തേൽ IC ചിപ്പുകളായി, നാലാമത്തേൽ VLSI ആയി, അഞ്ചാമത്തേൽ ULSI ആയി. ഓക്കെ, ഇങ്ങനെയാണ് ഫിഫ്ത്ത് ജനറേഷൻ, 5 ജനറേഷൻ അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഇവിടെ മെമ്മറികളുടെ കാര്യമാണ് പറയണത്. നമുക്കറിയാം അല്ലേ, കമ്പ്യൂട്ടറിനെ നമുക്ക് എങ്ങനെ അതിലത്തെ എന്തൊക്കെ പ്രോസസ്സുകളാണ് നടക്കുന്നതെന്ന് ചോദിച്ചു വെച്ചാൽ ഒരു ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട് അല്ലേ. ഇൻപുട്ട് ഡിവൈസസ് എന്ത് ചെയ്യും, നമ്മുടെ ഭാഷയെ എവിടേക്ക് കൊടുക്കും, അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് നമ്മൾ കീബോർഡിനെ എടുക്കുകയാണെങ്കിൽ കീബോർഡ് അല്ലേ, കീബോർഡിൽ എന്ത് ചെയ്യും, നമ്മൾ ടൈപ്പ് ചെയ്യും. കീബോർഡിലാണെങ്കിൽ ആൽഫ ന്യൂമറിക് കോഡാണുള്ളത്, അതായത് ആൽഫബറ്റും ഉണ്ട് നമ്പേഴ്സും ഉണ്ട് അല്ലേ. ആൽഫബറ്റും നമ്പേഴ്സും ഉള്ളതാണ് കീബോർഡിൽ. 104 കീസാണ് കീബോർഡിൽ മൊത്തത്തിലുള്ളത്. അതിൽ F1 to F12 വരെ ഫങ്ഷണൽ കീസാണുള്ളത്. അപ്പോൾ ഫങ്ഷണൽ കീകളുടെ എണ്ണം ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, 12 എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ കീബോർഡ് അല്ലേ, കീബോർഡ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു പ്രാഥമിക ഇൻപുട്ട് ഡിവൈസ് ആണ് എന്ത് കീബോർഡ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റാസ് അല്ലേ. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനുള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആ എന്താണോ അതിനെ നമ്മൾ പറയും എന്താണ്, ഡാറ്റ. മലയാളത്തിലാണെങ്കിൽ ഡേറ്റ. കമ്പ്യൂട്ടറിനുള്ളിലേക്ക് കൊടുക്കുന്നതിന് നമ്മൾ പറയും ഡാറ്റ അല്ലെങ്കിൽ ഡേറ്റ എന്ന് പറയും. മലയാളത്തിലാണെങ്കിൽ ഡേറ്റ എന്നാണ് ഇത്, ഇംഗ്ലീഷിലാണെങ്കിൽ DAT. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലേക്ക് എന്താണ് കൊടുക്കുന്നത് അതിനെ ഡാറ്റ എന്ന് പറയും. അതിനുശേഷം ആ ഡാറ്റ എന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സിന് ശേഷം കമ്പ്യൂട്ടർ നമുക്കൊരു വിവരം തരും അല്ലേ, അതിനെ നമ്മൾ പറയും ഇൻഫോർമേഷൻ. അപ്പോൾ നമ്മൾ ഡാറ്റ കൊടുത്തിട്ട് ഇൻഫോർമേഷൻസ് ആക്കിയിട്ട്, വാല്യുബിൾ ആയിട്ടുള്ള
ഇൻഫർമേഷൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്, കമ്പ്യൂട്ടർ ഉള്ളത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഇൻഫർമേഷൻ എന്താണ്, നമ്മൾ കൊടുക്കുന്നത് കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് എന്താണ്, ഡേറ്റ. ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് കമ്പ്യൂട്ടർ തരുന്നത്, ഇൻഫർമേഷനാണ് തരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ട് എന്താണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചു വെച്ചാൽ, ഒരു ഇൻപുട്ട് യൂണിറ്റിൽ കൂടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കും. ആ ഇൻപുട്ടിനെ എന്ത് ചെയ്യും, പ്രോസസ്സിങ് യൂണിറ്റ് അല്ലേ, പ്രോസസ്സ് ചെയ്യും. അതിനുശേഷം നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. ഇത്രയാണ് ഒരു കമ്പ്യൂട്ടറിൽ നടക്കുന്നത്. ഈ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളെ നമ്മൾ ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നു. ഔട്ട്പുട്ട് കിട്ടുന്ന ഉപകരണങ്ങളെ നമ്മൾ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നു. ഇതിൻ്റെ നടുവിലാണ് പ്രോസസ്സ് നടക്കുന്നത്. പ്രോസസ്സാണ് എന്താണ്, പ്രോസസ്സിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് ALU, അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഒക്കെ ഇവിടെയാണ് നടക്കുന്നത്. അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് നമ്മുടെ മാത്തമാറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തത്, അരിത്തമാറ്റിക് ഓപ്പറേഷൻസ്, ലോജിക്കൽ ഓപ്പറേഷൻസ്, ലോജിക്കൽ ഗേറ്റ്സുകൾ കേട്ടിട്ടില്ലേ, ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്, അതിൻ്റെയൊക്കെ എന്താണ്, നാൻഡ് ഒക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ എവിടെയാണ് നടക്കുക, ALUയിലാണ് നടക്കുക. അത് കഴിഞ്ഞിട്ടുള്ളതാണ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റിൽ എന്താണ്, ഇതിൻ്റെ ഏകോപിപ്പിക്കുക അല്ലെ, ഇത്രയും ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റിലാണ് എന്ത് വരുന്നത്, CPU വരുന്നത്. CPU എന്താണ്, കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നു അല്ലെ. ഇങ്ങനെ കൺട്രോൾ ചെയ്തതിന് ശേഷം അതിനെ എവിടേക്ക് കൊടുക്കും, മെമ്മറി യൂണിറ്റിലേക്ക് കൊടുക്കും. മെമ്മറി യൂണിറ്റ് ഇങ്ങനെ വെറുതെ കൺട്രോൾ ചെയ്തിട്ട് വെച്ചാൽ മതിയോ, ഇല്ല അല്ലെ, സ്റ്റോർ ചെയ്യണം എവിടേക്കെങ്കിലും. അപ്പോൾ അതിനെ എവിടേക്ക് കൊടുക്കും, മെമ്മറി യൂണിറ്റിലേക്ക് കൊടുക്കും. മെമ്മറി യൂണിറ്റാണ് ഇതിനൊക്കെ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് മെമ്മറി സൂക്ഷിച്ച് വെക്കുന്നത്. മെമ്മറി യൂണിറ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും. പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞു വെച്ചാൽ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ തന്നെയുള്ള മെമ്മറിയിൽ റാം, റോം ഒക്കെ നമുക്ക് അതിന് ഉദാഹരണമായിട്ട് പറയാം. സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണമാണ് സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി. നമ്മൾ എക്സ്റ്റേണലി സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നു, അതൊക്കെ എന്താണ്, എക്സ്റ്റേണൽ മെമ്മറിയാണ്. അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയും ഓപ്പറേഷൻസ് ആണ് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ALU, അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ്, അവിടെയാണ് നമ്മുടെ CPU ഒക്കെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. അടുത്താണ് മെമ്മറി എന്താണ് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറിയും ഉണ്ട് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. സെക്കൻഡറി മെമ്മറി ഓൾസോ നോൺ ആസ് എക്സ്റ്റേണൽ മെമ്മറി. അതുപോലെ തന്നെ നമ്മൾ ഇൻപുട്ട് ഡിവൈസസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കീബോർഡ് എന്ന് പറഞ്ഞു അല്ലേ. കീബോർഡ്, ഇപ്പോൾ കീബോർഡിൽ എങ്ങനെയാണ് നമ്മൾ വിവരങ്ങൾ നൽകുക, ഒരു കമ്പ്യൂട്ടറിന് കീബോർഡിലൂടെ എങ്ങനെ വിവരങ്ങൾ നൽകുമെന്ന് ചോദിച്ചു വെച്ചാൽ ടൈപ്പ് ചെയ്ത് നൽകും അല്ലേ. നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ആൽഫ ന്യൂമറിക് കോഡൊക്കെയാണ്. പക്ഷേ കമ്പ്യൂട്ടറിന് ഈ ഭാഷ മനസ്സിലാവോ, കമ്പ്യൂട്ടറിന് ആകെ മനസ്സിലാവുന്ന ഭാഷയാണ് ബൈനറി സിസ്റ്റം അല്ലേ. 0s and 1s മാത്രമേ ആർക്ക് മനസ്സിലാവുള്ളൂ, കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ കീബോർഡിൽ കൂടെ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് അവിടെ ബൈനറി കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് ആസ്കി കോഡ്. അപ്പോൾ ആസ്കി കോഡിൻ്റെ ഫുൾ ഫോം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയണം, അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ആസ്കി കോഡ് ഉപയോഗിക്കണമെന്ന് ചോദിച്ചു വെച്ചാൽ, ഈ കീബോർഡിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ബൈനറി അല്ല അല്ലേ. നമ്മൾ ആൽഫബറ്റ്സ് കൊടുക്കും, നമ്പേഴ്സ് കൊടുക്കും, ബൈനറി അല്ല നമ്മൾ കൊടുക്കുന്നത്. അതിനെ എന്താക്കി കൺവേർട്ട് ചെയ്താലേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ, ബൈനറി സിസ്റ്റത്തിലേക്ക്, അതായത് 0s and 1s കൺവേർട്ട് ചെയ്താൽ മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കീബോർഡിൽ ആസ്കി കോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ആസ്കി അതിൻ്റെ ഫുൾ ഫോം പഠിക്കണം, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ചിങ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ചിങ്. ഒരിക്കൽ കൂടെ പറയാം, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ചിങ്. ഇതാണ് ആസ്കിയുടെ ഫുൾ ഫോം. ചിലപ്പോൾ നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് മെമ്മറിയുടെ കാര്യമാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെമ്മറിയുടെ കാര്യങ്ങൾ പഠിച്ചു പോവാം. കമ്പ്യൂട്ടറിലെ മെമ്മറികൾ ഏതിനെയാണ് മെയിൻ മെമ്മറി എന്ന് വിളിക്കുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞു, മെമ്മറി യൂണിറ്റിൽ നമുക്ക് പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. കമ്പ്യൂട്ടറിനകത്ത് തന്നെയുള്ളതാണ് പ്രൈമറി മെമ്മറി. അപ്പോൾ അതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുക, മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ മെമ്മറി ഏതാണ്? പ്രൈമറി മെമ്മറിയാണ്. പ്രോഗ്രാമുകൾ, നിർദ്ദേശങ്ങൾ, കറണ്ട് ഡാറ്റ എന്നിവ സംഭരിച്ചു വയ്ക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗമാണ് പ്രൈമറി മെമ്മറി. അപ്പോൾ പ്രോഗ്രാമുകൾ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമുകളാണ് അല്ലേ. പ്രോഗ്രാമുകൾ, നിർദ്ദേശങ്ങൾ, കറണ്ട് ഡാറ്റ എന്നിവ സംഭരിച്ചു വയ്ക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗം ഏതാണ്? പ്രൈമറി മെമ്മറിയാണ്.
സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് നേരിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത് എവിടെ നിന്നാണ്? പ്രൈമറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ CPU-ന് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ പ്രൈമറി മെമ്മറിയിൽ നമ്മൾ സൂക്ഷിക്കുന്ന ആ ഇൻഫർമേഷനെയാണ് CPU-ന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, CPU-യുടെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് CPU ആണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം പഠിക്കണം. CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അതുപോലെ തന്നെ ALU ആണെങ്കിൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഇനി UPS ഉണ്ട് അല്ലേ, നമ്മുടെ കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് പവറിൻ്റെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു വെച്ചാൽ, അല്ലെങ്കിൽ കറണ്ട് പോയി എന്ന് വെച്ചാൽ ആരാണ് നമ്മളെ കുറച്ച് നേരത്തേക്ക് സഹായിക്കുന്നത്? UPS ആണ് അല്ലേ. UPSൻ്റെ ഫുൾ ഫോമും ചോദിക്കാം. അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ ആണ് UPSൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ ഫുൾ ഫോമും എന്ത് ചെയ്യണം? പഠിക്കണം. അബ്രിവേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ചോദിച്ച് കാണുന്നുണ്ട്. ഓക്കെ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് നേരിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത് പ്രൈമറി മെമ്മറിയിലുള്ള ഇതിനെയാണ്. പ്രൈമറി മെമ്മറിയെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, റാം ആൻഡ് റോം. റാമിൻ്റെ ഫുൾ ഫോം പഠിക്കണം. റാൻഡം ആക്സസ് മെമ്മറി. ഓക്കെ, റാൻഡം ആക്സസ് മെമ്മറി. റാമിൻ്റെ ഫുൾ ഫോം റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞു വെച്ചാൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു വെച്ചാൽ, വൺസ് ഒന്ന് കറണ്ട് പോവുക, എന്തെങ്കിലും ഒരു ഇൻട്രപ്ഷൻ സംഭവിച്ചു കഴിഞ്ഞു വെച്ചാൽ ഈ റാമിലെ ഡാറ്റകൾ എന്ത് ചെയ്യും? നഷ്ടമാവും. ഓക്കെ, അപ്പോൾ റാമിൽ ഡാറ്റകൾ എന്താണ്? നഷ്ടമാവും. റീഡ് ആൻഡ് റൈറ്റ് മെമ്മറിയാണ്. നമുക്ക് റീഡ് ചെയ്യാം, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അതിൽ റീഡ് ചെയ്യാം. ദെൻ നമുക്കത് വേണ്ടാന്ന് തോന്നി വെച്ചാൽ എന്ത് ചെയ്യാം? അതിനെ മാച്ച് കളയാം. അപ്പോൾ റീഡ് ആൻഡ് റൈറ്റ് മെമ്മറിയാണ് ഏത്? റാം. അതിലത്തെ ഇൻഫർമേഷൻസ് പെട്ടെന്ന് പോവും സേവ് ചെയ്തിട്ടില്ലെങ്കിൽ. അതുപോലെ തന്നെ റീഡ് ആൻഡ് റൈറ്റിന് പറ്റുന്ന പോലെയുള്ള മെമ്മറിയാണ് ഏത്? റാം. ഓക്കെ, വോളറ്റൈലാണ് റാൻഡം ആക്സസ് മെമ്മറി. ഇനി റോം ആണെങ്കിൽ ROM അല്ലേ, റീഡ് ഓൺലി മെമ്മറി. റീഡ് ഓൺലി മെമ്മറി റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. വൺസ് അതിൽ എന്തെങ്കിലും ഡാറ്റ കൊടുത്തു വെച്ചാൽ അതെന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. ഓക്കെ, സ്റ്റോർ ചെയ്യും. അതിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഡാറ്റ നഷ്ടപ്പെടില്ല. റീഡ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മായ്ച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? പുതിയ ഇൻഫർമേഷൻസ് കയറ്റാൻ പറ്റില്ല. അതാണ് റോം. അപ്പോൾ പ്രൈമറി മെമ്മറിയിലുള്ള രണ്ട് പാർട്ടുകളാണ് റാമും റോമും. റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറിയിൽ ഇൻഫർമേഷൻസ് എന്താ പറയുക, ഇത് നഷ്ടമാവും. റീഡും റൈറ്റും ചെയ്യാൻ പറ്റുന്ന മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി. റീഡ് ഓൺലി മെമ്മറിയിൽ വൺസ് നമ്മൾ ഒരു ഇൻഫർമേഷൻ കൊടുത്തത് തന്നെയാണ്, പിന്നെ അതെന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് എഗെയിൻ റൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, റീഡ് ഓൺലി മെമ്മറിയാണ്. പ്രൈമറി മെമ്മറിയെ രണ്ടായാണ് തരംതിരിച്ചിരിക്കുന്നത്, റാമും റോമും. ഓക്കെ, കമ്പ്യൂട്ടറിൽ താൽക്കാലികമായി വിവരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന പ്രൈമറി മെമ്മറിയാണ് റാം. താൽക്കാലികമാണ് കേട്ടോ. കമ്പ്യൂട്ടർ മെമ്മറിയെ പ്രധാനമായും രണ്ടായാണ് തിരിക്കുന്നത്. അതിലൊന്ന് പ്രൈമറി മെമ്മറിയാണ്, മറ്റേത് സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി. വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണമായ പ്രൈമറി മെമ്മറിയാണ് റാം. ഓക്കെ, വോളറ്റൈലാണ്. അതിൻ്റെ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക? നമുക്ക് താൽക്കാലികമായിട്ട് വിവരങ്ങൾ സ്റ്റോർ ചെയ്തിട്ട് മാറ്റാം അല്ലേ, അല്ലെങ്കിൽ നഷ്ടമായി പോകും നമ്മുടെ കയ്യിൽ നിന്ന് റാമിലത്തെ വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണമാണ് റാം. കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ നഷ്ടമാകുന്ന മെമ്മറിയാണ് ഇത് റാം എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻസ് നഷ്ടമാകുന്ന പ്രൈമറി മെമ്മറിയാണ് റാം. റാമിൽ നിന്ന് ഹാർഡ് ഡിസ്കിലേക്ക് വിവരങ്ങൾ പകർത്തുന്ന പ്രക്രിയയെ നമ്മൾ വിളിക്കും സേവിങ് അല്ലേ. അപ്പോൾ പെട്ടെന്ന് കറണ്ടൊക്കെ പോയി കഴിഞ്ഞു വെച്ചാൽ, അല്ലെങ്കിൽ ടേൺ ഓഫ് ചെയ്ത് വെച്ചാൽ എന്ത് ചെയ്യും? ഇതിലത്തെ വിവരങ്ങൾ പോകും. അപ്പോൾ നമുക്ക് ഇതിലത്തെ വിവരങ്ങൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലേ. ആ പ്രോസസ്സിനെയാണ് നമ്മൾ സേവിങ് എന്ന് പറയുന്നത്. സേവ് ചെയ്യല്ലേ നമ്മൾ ചെയ്യുക. അപ്പോൾ ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? സേവിങ് എന്ന് പറയും. റാം പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത്. അതിലൊന്ന് സ്റ്റാറ്റിക് റാമാണ്, വേറൊന്ന് ഡൈനാമിക് റാമാണ്. അപ്പോൾ റാമിനെ രണ്ട് തരത്തിൽ നമുക്ക് തിരിക്കാം, സ്റ്റാറ്റിക് റാം ആൻഡ് ഡൈനാമിക് റാം എന്ന് തിരിക്കാം. വീഡിയോ എഡിറ്റിംഗ് പോലുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നിലവിലുള്ള റാമിൻ്റെ ശേഷിയേക്കാൾ
കൂടുതൽ മെമ്മറി ആവശ്യമായി വന്നേക്കാം. ഹാർഡ് ഡിസ്കിന്റെ അല്പഭാഗം ഈ ആവശ്യത്തിനായി ഉപയോഗിക്കാൻ മാറ്റിവെക്കുന്നു. ഇതിനെയാണ് സ്വാപ്പ് സ്പേസ് എന്ന് പറയാം. കാരണം നമുക്ക് വീഡിയോ എഡിറ്റിങ് ഒക്കെ എന്ത് ചെയ്യും, കുറച്ചും കൂടെ സ്പേസ് ആവശ്യമായിട്ട് വരും. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മെമ്മറിയെക്കാട്ടിലും കുറച്ചും കൂടെ സ്പേസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്കിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, കുറച്ച് സ്പേസ് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്വാപ്പ് സ്പേസ് എന്ന് പറയുന്നത്. റീഡ് റൈറ്റ് മെമ്മറിയാണ് റാം. റീഡ് റൈറ്റ് മെമ്മറിയാണ് റാം. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്താലും ഇൻഫർമേഷൻസ് നഷ്ടമാവാത്ത മെമ്മറിയാണ് റോം. ഓക്കെ, റീഡ് ഓൺലി മെമ്മറിയാണ്. എന്ത് ചെയ്യില്ല, ഇൻഫർമേഷൻസ് നഷ്ടമാവില്ല. സ്ഥിരവും മാറ്റം വരുത്താൻ സാധിക്കാത്തതുമായ ഈ ഒരു പ്രൈമറി മെമ്മറിക്ക് ഉദാഹരണമാണ് റോം. റീഡ് ഓൺലി മെമ്മറി സ്ഥിരമാണ്, നോൺ വോളറ്റൈലാണ്. ഓക്കെ, അത് വോളറ്റൈലാണ്, ഇത് നോൺ വോളറ്റൈലാണ്. സ്ഥിരവും മാറ്റം വരുത്താൻ സാധിക്കാത്തതുമായ ഒരു പ്രൈമറി മെമ്മറിയാണ് ഇത് റോം എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്ററി സ്പേസ് സിസ്റ്റം മെമ്മറി സിസ്റ്റമാണ് ക്യാഷെ മെമ്മറി. അപ്പോൾ ക്യാഷെ മെമ്മറി നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്യാഷെ മെമ്മറി എന്ന് ചോദിച്ചു വെച്ചാൽ, ഒരു കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായിട്ട് പതിവായിട്ട് ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായിട്ട് സൂക്ഷിക്കുന്നതാണ്. എവിടെയാണ് സൂക്ഷിക്കുക? ക്യാഷെ മെമ്മറിയിൽ. CPU കേട്ടോ, CPU. ഏതിനെയാണ് ചില വേളകളിൽ CPU മെമ്മറി എന്ന് വിളിക്കുന്നത്? അപ്പോൾ CPU മെമ്മറി എന്ന് വിളിക്കുന്നത് ക്യാഷെ മെമ്മറിയാണ്. ക്യാഷെ മെമ്മറിയിലാണ് CPU എന്ത് ചെയ്യുക, ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. CPU ഉടനടി ഉപയോഗിക്കുന്ന ഡാറ്റയും നിർദ്ദേശങ്ങളും വേഗത്തിൽ സ്വീകരിക്കാനും സംഭരിക്കാനും കൈമാറാനും ഉപയോഗിക്കുന്ന ചെറിയ മെമ്മറി ലൊക്കേഷനാണ് രജിസ്റ്ററുകൾ. ഓക്കെ, CPU ഉടനടി ഉപയോഗിക്കുന്ന ഡാറ്റയും നിർദ്ദേശങ്ങളും വേഗത്തിൽ സ്വീകരിക്കാനും സംഭരിക്കാനും കൈമാറാനും ഉപയോഗിക്കുന്ന ചെറിയ മെമ്മറി ലൊക്കേഷനെയാണ് നമ്മൾ രജിസ്റ്ററുകൾ എന്ന് പറയുക. പെട്ടെന്ന് സ്റ്റോർ ചെയ്ത് പോകണം അല്ലേ? കാരണം വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ആണ് അതിൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നത്, പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. അതുപോലെ തന്നെ അവിടുന്ന് സ്റ്റോർ ചെയ്ത് റിട്രൈവ് ചെയ്യുകയും വേണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് CPU ആരെയാണ് ഇതാക്കിയിരിക്കുന്നത്? രജിസ്റ്ററുകളെയാണ് കേട്ടോ. ചെറിയൊരു മെമ്മറി ലൊക്കേഷനാണ് രജിസ്റ്ററുകൾ. എക്സ്റ്റേണൽ മെമ്മറി, ഓക്സിലറി മെമ്മറി എന്നിങ്ങനെ അറിയപ്പെടുന്ന കമ്പ്യൂട്ടർ മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. ഓക്കെ, എക്സ്റ്റേണൽ മെമ്മറി, ഓക്സിലറി മെമ്മറി എന്നൊക്കെ അറിയപ്പെടുന്നതാണ് സെക്കൻഡറി മെമ്മറി. ഫ്ലോപ്പി ഡിസ്ക്, പെൻ ഡ്രൈവ്, CD, കോമ്പാക്ട് ഡിസ്ക്, DVD ഒക്കെ ഏത് തരം മെമ്മറിയാണ്? എക്സ്റ്റേണൽ മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണമാണ്. ഹാർഡ് ഡിസ്കിൻ്റെ വേഗത അളക്കാൻ നമുക്ക് ചിലപ്പോൾ ചോദിക്കാം. ഹാർഡ് ഡിസ്കിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകമാണ് റെവല്യൂഷൻസ് പെർ മിനിറ്റ്, RPM, റെവല്യൂഷൻസ് പെർ മിനിറ്റ്. ഹാർഡ് ഡിസ്കിൻ്റെ വേഗത എങ്ങനെയാണ് അളക്കുക? റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. ഹാർഡ് ഡിസ്കിനുള്ളിൽ ഡാറ്റ സംഭരിച്ചു വയ്ക്കുന്ന ഡിസ്കുകളെ വിളിക്കുന്ന പേരാണ് പ്ലാറ്റർ. അപ്പോൾ ഹാർഡ് ഡിസ്ക് നമ്മുടെ എക്സ്റ്റേണൽ മെമ്മറിയാണ് അല്ലേ ഹാർഡ് ഡിസ്കിനുള്ളിൽ ഡാറ്റ സംഭരിച്ചു വയ്ക്കുന്ന ഡിസ്കുകളെ വിളിക്കുന്ന പേരാണ് പ്ലാറ്റർ. ഹാർഡ് ഡിസ്കിൻ്റെ പിതാവാണ് റെയ്നോൾഡ് ബി ജോൺസൺ ആണ്, അമേരിക്കക്കാരനാണ്. ഹാർഡ് ഡിസ്കിൻ്റെ പിതാവ് റെയ്നോൾഡ് ബി ജോൺസൺ ആണ്. ആരുടെ നേതൃത്വത്തിലാണ് IBMലെ എഞ്ചിനീയർമാർ ഫ്ലോപ്പി ഡിസ്ക്, പണ്ടത്തെ ഫ്ലോപ്പി ഡിസ്ക് കണ്ടിട്ടുണ്ടാവും അല്ലേ, ഫ്ലോപ്പി ഡിസ്ക് വികസിപ്പിച്ചത് എന്ന് ചോദിച്ചു അലൻ ഷുഗർട്ട്. അപ്പോൾ ആ പേര് പഠിച്ചു വയ്ക്കണം. ആരുടെ നേതൃത്വത്തിലാണ്? IBMകാരാണ് കേട്ടോ ഫ്ലോപ്പി ഡിസ്ക് വികസിപ്പിച്ചത്. IBMല് ഫ്ലോപ്പി ഡിസ്ക് വികസിപ്പിച്ചത് അലൻ ഷുഗർട്ടാണ്. ഏത് സെക്കൻഡറി മെമ്മറിയെയാണ് സാധാരണ രീതിയിൽ ഡിസ്കറ്റ് എന്ന് വിളിക്കുന്നത് ചോദിച്ചാൽ ഫ്ലോപ്പി ഡിസ്കിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ഡിസ്കറ്റ്. ഓക്കെ, ഏത് സെക്കൻഡറി മെമ്മറിയാണ് സാധാരണ രീതിയിൽ ഡിസ്കറ്റ് എന്ന് വിളിക്കുന്നത്? ഫ്ലോപ്പി ഡിസ്ക് ആണ്. ഫ്ലോപ്പി ഡിസ്ക് ഇടുന്ന കമ്പ്യൂട്ടർ ഭാഗം അറിയപ്പെടുന്നത് എന്താണ്? ഡിസ്ക് ഡ്രൈവ് അല്ലേ, ഡിസ്ക് ഡ്രൈവിലാണ് നമ്മൾ ഇടുക. അപ്പോൾ ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ്. ഓക്കെ, ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് ഇപ്പോഴത്തേലൊന്നും ഉണ്ടാവില്ല. പണ്ട് എന്തുണ്ടായിരുന്നു? ഫ്ലോപ്പി ഇടാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം ഉണ്ടായിരുന്നു, അതാണ് ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ്. ഒരു സാധാരണ കോമ്പാക്റ്റ് ഡിസ്കിൻ്റെ
കനം 1.2 മില്ലിമീറ്റർ ആണ്, എന്നാൽ വ്യാസം 120 മില്ലിമീറ്റർ ആണ്. കനം 1.2 മില്ലിമീറ്റർ ആണ്, വ്യാസം 120 മില്ലിമീറ്റർ ആണ്. കമ്പ്യൂട്ടറിലെ സെക്കൻഡറി മെമ്മറിക്ക് ഒരു ഉദാഹരണമാണ് USB. USB-യുടെ ഫുൾ നെയിം ചോദിക്കും. യൂണിവേഴ്സൽ സീരിയൽ ബസ്. യൂണിവേഴ്സൽ സീരിയൽ ബസ്. അവിടെയാണ് നമ്മൾ ഈ USB-യിലൊക്കെ USB പോർട്ടിലും P2 ബാർ ആ പോർട്ടിലൊക്കെ P2 ബാർ പോർട്ടിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, കീബോർഡിനെയൊക്കെ കണക്ട് ചെയ്യുക. കീബോർഡ് കണക്ട് ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ USB ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. USB-യുടെ ഫുൾ ഫോം യൂണിവേഴ്സൽ സീരിയൽ ബസ്. അവിടെ നമുക്ക് യൂണിവേഴ്സൽ എന്ന് പറയുന്നതിന് പകരം യൂണിഫോം എന്നൊക്കെ തരാം. യൂണിഫോം സീരിയൽ ബസ്, അതുപോലെ തന്നെ യൂണിവേഴ്സൽ സീരീസ് ബസ്, അങ്ങനെയൊക്കെ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ തരാം. അപ്പോൾ പഠിക്കുക, USB-യുടെ ഫുൾ ഫോം യൂണിവേഴ്സൽ സീരിയൽ ബസ്സാണ് എന്ന് പഠിച്ച് വയ്ക്കുക. ഓക്കെ. തോഷിബയിൽ ജോലി ചെയ്യുന്ന വേളയിൽ ഫ്ലാഷ് മെമ്മറി കണ്ടുപിടിച്ചത് ഫുജിയ മസുക്കോവയാണ് കേട്ടോ. തോഷിബ നമ്മൾ ലാപ്ടോപ്പിൻ്റെയൊക്കെ ബ്രാൻഡ് കേട്ടിട്ടുണ്ടാവില്ലേ, തോഷിബയിൽ ജോലി ചെയ്യുന്ന വേളയിൽ ഫ്ലാഷ് മെമ്മറി കണ്ടുപിടിച്ചത് ഫുജിയ മസുവോക്കയാണ്. ഒരു CPU-ൻ്റെ പ്രോസസ്സിംഗ് പവർ വേഗത്തിലാക്കാൻ CPU-വിനും റാമിനും ഇടയിൽ ഉപയോഗിക്കുന്ന മീഡിയമാണ് ക്യാഷെ മെമ്മറി. അപ്പോൾ ഒരു CPU-ൻ്റെ പ്രോസസ്സിംഗ് വേഗത്തിലാക്കാൻ CPU-വിനും റാമിനും ഇടയിൽ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നതാണ് ക്യാഷ് മെമ്മറി. ലോജിക്കൽ മെമ്മറിയെ ഒരു വലുപ്പത്തിലുള്ള ബ്ലോക്കുകളായി വിഭജിക്കുന്നതിനെ വിളിക്കുന്നതാണ് പേജുകൾ. അപ്പോൾ ലോജിക്കൽ മെമ്മറിയെ ഒരേ വലുപ്പത്തിലുള്ള ബ്ലോക്കുകളായി വിഭജിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പേജുകൾ എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഡിജിറ്റൽ ക്യാമറ, മൊബൈൽ ഫോൺ എന്നിവയിൽ ഉപയോഗിക്കുന്ന അർദ്ധചാലകത്തെ അടിസ്ഥാനമാക്കിയുള്ള അസ്ഥിരമല്ലാത്ത റീറൈറ്റബിൾ മെമ്മറിയാണ് ഫ്ലാഷ് മെമ്മറി. അപ്പോൾ ഡിജിറ്റൽ ക്യാമറ, മൊബൈൽ ഫോൺ എന്നിവയിൽ ഉപയോഗിക്കുന്ന അർദ്ധചാലകത്തെ അടിസ്ഥാനമാക്കിയുള്ള അർദ്ധചാലകം, സെമി കണ്ടക്ടിങ് ഡിവൈസ് അല്ലെ, സിലിക്കൺ ജർമേനിയം ഒക്കെയാണ് സെമി കണ്ടക്ടിങ് ഡിവൈസസിന് ഉദാഹരണം. അതുകൊണ്ടല്ലേ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ സിലിക്കൺ ജർമേനിയം, അതുപോലെ തന്നെ IC ചിപ്പ് ഉണ്ടാക്കുന്നത് മെയിൻ തന്നെയാണ് സിലിക്കൺ ആണ് അല്ലെ. അപ്പോൾ അർദ്ധചാലകം എന്ന് പറഞ്ഞു വെച്ചാൽ ചാലകവുമല്ല ഇൻസുലേറ്ററും അല്ല, കുചാലകവും അല്ലാത്തതിനെയാണ്, ഇടയിൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ അർദ്ധചാലകം അല്ലെങ്കിൽ സെമി കണ്ടക്ടിങ് ഡിവൈസ് എന്ന് പറയുന്നത്. സെമി ആയിട്ട് എന്ത് ചെയ്യും, ഹീറ്റ് ആണെങ്കിലും ഇലക്ട്രിസിറ്റി ആണെങ്കിലും കണ്ടക്ട് ചെയ്യും. അതിനെയാണ് അർദ്ധചാലകം എന്ന് പറയുന്നത്. അങ്ങനെ അർദ്ധചാലകം അടിസ്ഥാനമാക്കിയുള്ള അസ്ഥിരമല്ലാത്ത റീറൈറ്റബിൾ മെമ്മറിയാണ് ഫ്ലാഷ് മെമ്മറി. കമ്പ്യൂട്ടർ പ്രവർത്തനം ആരംഭിക്കുന്നതിനാവശ്യമായ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ പ്രോഗ്രാം സൂക്ഷിച്ചിരിക്കുന്നത് ഏത് മെമ്മറിയിലാണെന്ന് ചോദിക്കാം. ബൂട്ട് ചെയ്യുക അല്ലെ, നമ്മൾ എന്ത് ചെയ്യാണ്, അഗെയിൻ റീസ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് ബൂട്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ പ്രോഗ്രാം സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്, റോമിലാണ് കേട്ടോ. കാരണം എപ്പോഴും നമുക്ക് ബൂട്ട് ചെയ്യണം അല്ലേ. സിസ്റ്റം നമ്മുടെ റാമിൽ സൂക്ഷിച്ചു കഴിഞ്ഞു വെച്ചാൽ ആ ഡാറ്റ നഷ്ടമാവും. അപ്പോൾ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യണം, അത് റോമിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് പ്രവർത്തന സജ്ജമാക്കുന്നത് വരെയുള്ള പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ബൂട്ടിംഗ്. ഓക്കെ, ഒരു കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് പ്രവർത്തന കുറച്ച് നേരം എടുക്കും അല്ലേ, കുറച്ച് പ്രോസസ്സുകളൊക്കെ വന്നിട്ട് അത്രയും പ്രോസസ്സിനെ ചേർത്തി നമ്മൾ വിളിക്കുന്നതാണ് ബൂട്ടിംഗ്. ഓക്കെ, ഈ ബൂട്ടിംഗ് സ്ട്രാപ്പ് ലോഡർ പ്രോഗ്രാം എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, റോമിലാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓരോ തവണ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും ആദ്യം പ്രവർത്തനക്ഷമമാകുന്ന ഏത് പ്രോഗ്രാമാണ് ഒരു കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയറിനെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, ബയോസ് ആണ്. എന്ത് ചെയ്യുന്നത്, ഓരോ തവണയും കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും ആദ്യം പ്രവർത്തനക്ഷമമാകുന്ന ഏത് പ്രോഗ്രാമാണ് ഒരു കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയറിനെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു വെച്ചാൽ ഏതാണ്, ഹാർഡ്വെയറിനെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബയോസ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, ബയോസ് ആണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, കോമ്പാക്ട് ഡിസ്കിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സാങ്കേതികവിദ്യ ലേസറാണ് കേട്ടോ. കോമ്പാക്ട് ഡിസ്ക് CD-യിൽ വളരെയധികം വിവരങ്ങൾ ശേഖരിച്ചു വെക്കാവുന്ന ഏത് സെക്കൻഡറി സ്റ്റോറേജ് ഉപകരണമാണ് ആദ്യകാലത്ത് വിഞ്ചസ്റ്റർ ഡിസ്ക് എന്നറിയപ്പെട്ടത്, ഹാർഡ് ഡിസ്ക് ആണ്. അപ്പോൾ വളരെയധികം വിവരങ്ങൾ ശേഖരിച്ചു വെക്കാനാവുന്ന ഏത് സെക്കൻഡറി സ്റ്റോറേജ് ഉപകരണമാണ് ആദ്യകാലത്ത് വിഞ്ചസ്റ്റർ ഡിസ്ക് എന്ന പേരിൽ അറിയപ്പെട്ടത് ചോദിച്ചു വെച്ചാൽ ഹാർഡ് ഡിസ്ക് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ആണ്. ഓരോ തവണ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും എന്തിനെയൊക്കെ
തമ്മിൽ? ഹാർഡ്വെയറിനെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയും. അപ്പോൾ എന്താണ് ഹാർഡ്വെയർ എന്ന് ചോദിച്ചു വെച്ചാൽ നമുക്ക് കാണാനും സ്പർശിക്കാനും ഒക്കെ കഴിയുന്ന കമ്പ്യൂട്ടറിൻ്റെ പാർട്ടിനെ നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയും. അതുപോലെ തന്നെ പ്രിൻ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന കോപ്പിയെ നമ്മൾ ഹാർഡ് കോപ്പി എന്നും പറയും. ഇനി സോഫ്റ്റ്വെയർ എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ നമുക്ക് കാണാം, പക്ഷേ അതിലത്തെ ഭാഗങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല അല്ലെ, സ്പർശിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുക. കമ്പ്യൂട്ടറിനുള്ളിൽ അല്ലെങ്കിൽ ഫോണിൻ്റെ ഉള്ളിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോപ്പിയെ നമ്മൾ എന്ത് പറയും, സോഫ്റ്റ് കോപ്പി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മനസ്സിലാക്കി വെക്കുക. ബാക്കി എന്ത് ചെയ്യും, ഇതിൻ്റെ അടുത്ത പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ നമ്മളിങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെയധികം ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന ക്ലാസ്സുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്തായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ LDC LGS എക്സാം വരെ നമ്മൾ തുടരുന്ന ഒരു ക്ലാസ്സുകളാണിത്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക്